സജ്ജനങ്ങളായ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീത നമസ്കാരം. ഗോവിന്ദത്തിലേക്ക് സ്വാഗതം. നമുക്കിന്ന് 30-ാം ദശകത്തിലെ 3-ാമത്തെ ശ്ലോകം നോക്കാം. 2-ാമത്തെ ശ്ലോകത്തിൽ വിരഹദുഃഖത്തിൽ മഗ്നയായിരിക്കുന്ന അതിഥി ഭർത്താവിനോട് സങ്കടം പറയുകയും ഭർത്താവായ കശ്യപമുനി അതിനുള്ള നിവൃത്തി എന്താണെന്ന് ഉപദേശിക്കുകയും ചെയ്തു. അതനുസരിച്ച് പയോവ്രതമനുഷ്ഠിച്ച് 12 നാൾ ഭഗവാനെ ഭക്തിയോടുകൂടി പൂജിക്കുകയാണ് അതിഥി. 3-ാമത്തെ ശ്ലോകത്തിൽ എന്താണെന്ന് നോക്കാം. തസ്യാവധൗ ത്വയി നിലീനമതേരമുഷ്യാഃ ശ്യാമശ്ചതുർഭുജവപുസ്വയമാവിരാസീഃ നമ്രാം ച താമിഹ ഭവത്തനയോ ഭവേയം ഗോപ്യം മദീക്ഷണമിതി പ്രലപന്നയാസീഃ. തസ്യ അവധൗ ത്വയി നിലീനമതേഃ അമുഷ്യാഃ പുരഃ ശ്യാമഃ ചതുർഭുജവപുഃ ത്വം സ്വയം ആവിരാസീഃ ഇഹ നമ്രാം താം ച അഹം ഭവത്തനയഃ ഭവേയം മദീക്ഷണം ഗോപ്യം ഇതി പ്രലപൻ അയാസീഃ. ഇങ്ങനെ വ്രതം അവസാനിക്കുമ്പോൾ തസ്യൗ അവധൗ ത്വയി, തസ്യ അവധൗ എന്ന് പറഞ്ഞാൽ ഇവിടെ ആ അവധി, അതായത് 12 ദിവസങ്ങൾ, 12 നാൾ വ്രതം അവസാനിച്ചു കഴിഞ്ഞപ്പോൾ ആ നിലീനമതെ എന്ന് പറഞ്ഞാൽ അങ്ങയിൽ നിമഗ്നയായി, അങ്ങയിൽ മുഴുകി, അങ്ങയിലുള്ള ഭക്തിയിൽ മുഴുകി വ്രതം അനുഷ്ഠിച്ച് അവസാനിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ മുമ്പിൽ അമുഷ്യാഹ പുരഹ, അതായത് പുരഹ എന്ന് പറഞ്ഞാൽ മുമ്പിൽ, ആ വ്രതം അവസാനിച്ചപ്പോൾ അതിഥിയുടെ മുമ്പിൽ ശ്യാമഹ ചതുർഭുജ വപുഹു, ശ്യാമവർണ്ണത്തോടു കൂടിയ അവിടുന്ന്, ചതുർഭുജ ചതുർബാഹുവായിട്ട് 4 കൈകളിലും ശംഖചക്ര ഗദാപത്മങ്ങളും ധരിച്ച് അവിടുന്ന് സ്വയം ആവിരാസീഹി, അവിടുന്ന് സ്വയം പ്രത്യക്ഷപ്പെട്ടു, ആവിരാസീഹി പ്രത്യക്ഷനായി. ഇഹ നമ്രാം താം ച, ഉടനെ തന്നെ അതിഥി താണു വീണ് നമസ്കരിക്കുകയാണ് അങ്ങയുടെ തൃപ്പാദങ്ങളിൽ. അവളോട് എന്ത് പറഞ്ഞു? ഇഹ നമ്രാം താം ച, അവളോട് ഇപ്രകാരം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഭവത്തനയോ ഭവേയം താം ഇഹ ഗോപ്യം അധീക്ഷണമിതി പ്രലപന്നയാസിഹി. ഗോപ്യമാണ്, ഇത് വളരെ വളരെ രഹസ്യമാണ്, ആരോടും പറയരുത്. എന്താണ്? ഞാൻ ഭവതിയുടെ പുത്രനായി അവതരിക്കുന്നുണ്ട്. ഭവത്തനയൻ, ഭവതനയൻ, അതായത് തനയൻ പുത്രൻ. ഭവേയം, ഞാൻ ഭവിക്കും, ഞാൻ ഉണ്ടാകും, ഞാൻ ജനിക്കും, അവതരിക്കും, അവിടുത്തെ മകനായി. അങ്ങനെയാണ് വാമനൻ അതിഥിയുടെ മകനായിട്ട് പിറക്കുന്നത്. ഗോപ്യം അധീക്ഷണമിതി പ്രലപന്നയാസീഹി. ഭവതിയുടെ പുത്രനായിട്ട് ഞാൻ അവതരിക്കുന്നുണ്ട്. എൻ്റെ ഈ ദർശനം, ഞാൻ ഭവതിയുടെ മുമ്പിൽ ഇങ്ങനെ പ്രത്യക്ഷനായിരിക്കുന്നത് ആരോടും പറയരുത്, വളരെ രഹസ്യമായിട്ടിരിക്കണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ. ഇത് അതായത് ദേവരഹസ്യമാണ്, ഇത് ആരോടും പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പ്രലപൻ അയാസീഹി. ഇത്രയും പറയുകയും ചെയ്തു. പിന്നെ കാണാൻ കിട്ടിയില്ല ഭഗവാന്റെ ഓരോ ലീലാവിലാസങ്ങളെ. തസ്യാവധൗ ത്വയി നിലീനമതേരമുഷ്യാഃ ശ്യാമശ്ചതുർഭുജവപുഃ സ്വയമാവിരാസീഃ നമ്രാം ച താം ഇഹ ഭവത്തനയോ ഭവേയം ഗോപ്യം അധീക്ഷണമിതി പ്രലപന്നയാസീഃ. ഇനി നമുക്ക് 4-ാമത്തെ ശ്ലോകം നോക്കാം. ത്വം കാശ്യപേ തപസി സന്നിദധത് തദാനീം പ്രാപ്തോസി ഗർഭമതിതേ പ്രണുതോ വിധാത്ര പ്രാസൂത ച പ്രകടവൈഷ്ണവ ദിവ്യരൂപം സാ 12 ശ്രവണ പുണ്യദിനേ ഭവന്തം. തദാനീം ത്വം കാശ്യപേ തപസി സന്നിദധത് അദിതേ ഗർഭം പ്രാപ്തഃ അസി വിധാത്ര പ്രണുതഃ സാ പ്രകടവൈഷ്ണവ ദിവ്യരൂപം ഭവന്തം 12 ശ്രവണ പുണ്യദിനേ പ്രാസുത ച. അനന്തരം ത്വം കാശ്യപേ തപസി സന്നിധത് തദാനീം, ആശ്രമത്തില് തപോനിഷ്ഠനായി തപസ്സനുഷ്ഠിക്കുന്ന ആ കശ്യപന്റെ വീര്യത്തിൽ സന്നിധാനം ചെയ്തു. അവിടുന്ന് അതിഥിയുടെ ഗർഭത്തിൽ ജനിക്കണമെങ്കിൽ ആ കശ്യപന്റെ വീര്യത്തിൽ കൂടി വേണമല്ലോ. അങ്ങനെ കശ്യപന്റെ വീര്യത്തിൽ അവിടുന്ന് പ്രവേശിക്കുകയാണ്. ഭഗവാന്റെ അംശം തന്നിൽ പ്രകടമായിരിക്കുന്ന വിവരം കശ്യപന് മനസ്സിലാവുകയും ചെയ്തു. തപസ്സനുഷ്ഠിക്കുന്ന കശ്യപന്റെ വീര്യത്തിൽ അവിടുത്തെ സാന്നിധ്യം കശ്യപന് അറിയാൻ സാധിച്ചു.
പ്രാപ്തോസി ഗർഭമതിതേഹ പ്രണുതോ വിധാത്ര. അങ്ങനെ അതിഥേഹ ഗർഭം പ്രാപ്ത, അവിടുന്ന് കശ്യപന്റെ വീര്യത്തിൽ കൂടി അതിഥിയുടെ ഗർഭത്തിൽ പ്രവേശിക്കുകയാണ്. വിധാത്ര പ്രണുത, വിധാത്ര ബ്രഹ്മാവി വിവരം അറിയുകയാണ്. ഭഗവാൻ മഹാവിഷ്ണു അതിഥിയുടെ ഗർഭത്തിൽ പ്രവേശിച്ചു. അതായത് അതിഥി ഇപ്പോൾ ഗർഭിണിയാണ്, ഗർഭവതിയാണ്, ഭഗവാനെയാണ് ഗർഭം ധരിച്ചിരിക്കുന്നത്, ഭഗവാന്റെ അംശമാണ് എന്നറിഞ്ഞ് പ്രകീർത്തിക്കുകയാണ് പ്രണുത. സാ പ്രകട വൈഷ്ണവ ദിവ്യരൂപം ഭവന്തം. അതിഥി ദിവ്യമായ വൈഷ്ണവ രൂപം വ്യക്തമായി പ്രകാശിപ്പിക്കുന്ന നിന്തിരുവടിയെ എന്ത് ചെയ്തു? ദ്വാദശി ശ്രവണ പുണ്യധന്ദിനേ ഭവന്തം. ആ ദ്വാദശി ദിനത്തിൽ പ്രസവിക്കുകയാണ്. എന്നാണ്? ദ്വാദശിയും തിരുവോണവും കൂടിയ പുണ്യദിനത്തിലാണ് പ്രസവിക്കുന്നത്. ശ്രാവണ മാസത്തിലെ തിരുവോണ നാളിൽ, ദ്വാദശി നാളിൽ, ആ പുണ്യ ദിവസത്തിൽ ഭവന്തം അവിടുത്തെ പ്രസവിച്ചു എന്ന് അർത്ഥം. ത്വം കാശ്യപേ തപസി സന്നിദധത്തദാനീം പ്രാപ്തോസി ഗർഭമതിതേ പ്രണുതോ വിധാത്ര പ്രാസൂത ച പ്രകട വൈഷ്ണവ ദിവ്യരൂപം സാ ദ്വാദശി ശ്രവണ പുണ്യദിനേ ഭവന്തം. നമുക്കിനി അഞ്ചാമത്തെ ശ്ലോകം നോക്കാം. പുണ്യാശ്രമം തമഭിവർഷതി പുഷ്പവർഷൈഃ ഹർഷാകുലേ സുരകുലേ കൃതധൂര്യഘോഷേ. ഹർഷാകുലേ സുരകുലേ കൃതധൂര്യഘോഷേ ബദ്ധ്വാഞ്ജലിം ജയ ജയേതി നുത പിതൃഭ്യാം ത്വം തക്ഷണേ പടുതമം വടരൂപമാധാഃ. സുരകുലേ ഹർഷാകുലേ കൃതധൂര്യഘോഷേ പുഷ്പവർഷൈഃ തം പുണ്യാശ്രമം അഭിവർഷതി അഞ്ജലിം ബദ്ധ്വാ ജയ ജയ ഇതി പിതൃഭ്യാം നുതഃ ത്വം തത്ക്ഷണേ പടുതമം വടുരൂപം ആധാഃ. പുണ്യാശ്രമത്തിൽ, അതായത് ഈ അതിഥിയുടെയും കശ്യപന്റെയും പുണ്യമായ ആശ്രമം, പുണ്യം ഒന്നുകൂടി പുണ്യമായി. എങ്ങനെ? ആ ഭഗവാന്റെ ജന്മത്തോടുകൂടി ഭഗവാൻ അതിഥിയുടെ ഗർഭത്തിൽ വന്ന് മകനായി പിറന്നിരിക്കുകയല്ലേ. അപ്പോൾ താം അഭിവർഷതി പുഷ്പവർഷൈഃ. ദേവഗണങ്ങൾ, സുരകുലം എന്ന് പറഞ്ഞാൽ സുരന്മാർ, ദേവന്മാർ. ഹർഷാകുലേ, സന്തോഷം കൊണ്ട് മതിമറന്നിട്ട് അവരെന്ത് ചെയ്തു? കൃതധൂര്യഘോഷേ, വാദ്യഘോഷങ്ങളൊക്കെ മുഴക്കി അവര് സ്തുതിച്ചുകൊണ്ട് പുഷ്പവൃഷ്ടി നടത്തുകയാണ്. തം പുണ്യാശ്രമം, ആ പുണ്യാശ്രമത്തിൽ എങ്ങും ഇങ്ങനെ പുഷ്പവൃഷ്ടി നടത്തുമ്പോൾ, അഭിവർഷതി വർഷിക്കുമ്പോൾ, അഞ്ജലിം ബദ്ധ്വാ ജയ ജയ, ജയ ജയ, നിന്തിരുവടി ജയിച്ചാലും ഭഗവാൻ ഗുരുവായൂരപ്പൻ ജയിക്കട്ടെ, ഭഗവാൻ മഹാവിഷ്ണു ജയിക്കട്ടെ എന്നിങ്ങനെ കൈതൊഴുത്, അഞ്ജലി പറഞ്ഞാൽ കൈതൊഴുത് പിടിച്ചുകൊണ്ട് എല്ലാവരും ഭഗവാന് ജയഘോഷം മുഴക്കുകയാണ്. ഇതി പിതൃഭ്യാം നുതഃ ത്വം. ഇങ്ങനെ അവിടുന്ന് ജയിക്കട്ടെ എന്ന് ആരാണ് സ്തുതിക്കുന്നത്? മാതാപിതാക്കളാണ്. ഇതി പിതൃഭ്യാം നുതഃ, മാതാപിതാക്കളാണ് സ്തുതിക്കുന്നത്. അതിഥിയും കശ്യപനുമാണ് സ്തുതിച്ചത്. തക്ഷണേ, ജനിച്ചു കഴിഞ്ഞ് അവിടുന്ന് ജയിക്കട്ടെ, ഭഗവാൻ ജയിക്കട്ടെ ജയിക്കട്ടെ എന്നിങ്ങനെ ആ സ്തുതിച്ചുകൊണ്ട് അവിടത്തേക്ക് ജയഘോഷം മുഴക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് തന്നെ അവിടുന്ന് ത്വം വടുരൂപം ആധാഹ. വടുരൂപം, വടു എന്ന് പറഞ്ഞാൽ സന്യാസിയാണ്, ഇവിടെ ബ്രഹ്മചാരിയാണ്. നമുക്കറിയാം വാമനന്റെ രൂപം എന്താണെന്ന് നമുക്ക് ഒരു ഐഡിയ ഉണ്ട് അല്ലേ. അപ്പോൾ ആ വാമന രൂപം കൈക്കൊണ്ടു എന്നാണ് അർത്ഥം. പെട്ടെന്ന് തന്നെ, തക്ഷണേ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവിടുന്ന് സമർത്ഥമായി ആ ബ്രഹ്മചാരി വേഷം, വടുർ വേഷം കൈക്കൊണ്ടു എന്ന് പറഞ്ഞിരിക്കുകയാണ്. പുണ്യാശ്രമം തമഭിവർഷതി പുഷ്പവർഷൈഃ ഹർഷാകുലേ സുരകുലേ കൃതധൂര്യഘോഷേ ബദ്ധ്വാഞ്ജലിം ജയ ജയേതി നുത പിതൃഭ്യാം ത്വം തക്ഷണേ പടുതമം വടുരൂപമാധാഃ. ഇനി അടുത്തത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. എല്ലാവർക്കും നന്മ നേരുന്നു, ശുഭദിനം നേരുന്നു. സമാധാനവും സന്തോഷവും നിറയട്ടെ എല്ലാവരുടെ ജീവിതത്തിലും. ഭഗവാൻ ഉണ്ണിക്കണ്ണൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.